ചേർപ്പ് ജൂബിലി തേവർപ്പടവിലെ കൃഷിനാശം. കർഷക സംഘം നേതാക്കൾ പാടശേഖരം സന്ദർശിച്ചു. മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് പാർലം പഞ്ചായത്ത് ചുറ്റുമുള്ള പാടശേഖരം. അതിൽ മണലേപ്പാട്ട്, ചാനത്തോട്, തുരുത്തുംപടവ് ഏതാണ്ട് 350 ഏക്കറിലധികം കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കാലം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അത് അടിയന്തരമായിട്ട് മോട്ടറൊഴിച്ച് ചെയ്ത് വെള്ളം വറ്റിച്ചില്ലെങ്കിൽ പൂർണ്ണമായി നശിച്ചു പോകും. കൃഷിക്കാരൊക്കെ വലിയ ആശങ്കയിലാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പാടശേഖര സമിതിയിലൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. കേടുവന്ന പമ്പ് സെറ്റ് അത് അടിയന്തരം റിപ്പയർ ചെയ്ത് പമ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ്. അതോടൊപ്പം കോൾ വികസന ഏജൻസി, അതുപോലെ തന്നെ കാർഷിക വകുപ്പിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായി ശ്രദ്ധ കരുതണം. കളക്ടറിൽ സത്യമായ ശ്രദ്ധ വിഷയത്തിലുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഇവിടുത്തെ കൃഷിക്കാർ നെൽകൃഷിക്കാരുടെ ജീവിത മാർഗമാണ്. അതാണ് നഷ്ടം വന്നു പോകുന്നത്. വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കാർഷിക മേഖലയുണ്ട്. ഇപ്പോൾ തന്നെ കൃഷിക്കാർ വലിയ ആശങ്കയിലാണ്. അവരുടെ ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ട് മാന്യമായ വരുമാനം ലഭിക്കുന്നില്ല. കൃഷി തരിച്ചിടുന്നതിനെക്കുറിച്ചാണ് കർഷക പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ ശ്രമത്തിനുമായിട്ടാണ് കൃഷിക്കാർ രംഗത്ത് വരുന്നത്. ഇത്തരം അത്യാഹിതങ്ങളിൽ നിന്ന് കൃഷിക്കാർ അടിയന്തരം രക്ഷിച്ചില്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് കാർഷിക മേഖലയിൽ വളരെ ഗുരുതരമായിരിക്കും. ചേനത്തുകോൾ, തുരുത്ത് പാടശേഖരങ്ങളിൽ കഴിഞ്ഞ 8 ദിവസമായി വെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. 30 ദിവസമായി നെൽകൃഷി ഇറക്കിയ കൃഷിയിടങ്ങളാണ് മുങ്ങി കൃഷി നശിക്കുന്നത്. 350 ഏക്കർ നെൽകൃഷിയാണ് നശിക്കുന്നത്. ചേർപ്പ് ജൂബിലി തേവർപ്പടവ് പാടശേഖര സമിതിയുടെ കെടുകാര്യസ്ഥതയാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് നേതാക്കൾ ആരോപിക്കുന്നു. പാടശേഖരത്തിലെ മോട്ടോർ പമ്പ് സെറ്റ് തകരാറിലായത് മാറ്റിവെച്ച് വെള്ളം വറ്റിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, CPIM പാർലം ലോക്കൽ സെക്രട്ടറി TG വിനയൻ, കർഷക സംഘം നേതാക്കളായ ജെയിംസ് P പോൾ, EA ഷാബിർ, മനോജ് പണിക്കശ്ശേരി, PS ഷാജി എന്നിവരാണ് പാടശേഖരം സന്ദർശിച്ചത്.